നമ്മുടെ ഈ സാധാരണ ഗ്രാമത്തിനെ സംബന്ധിച്ച് ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളൊന്നും വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് ധാരാളം തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട്. ധാരാളം കമ്പനികൾ നമ്മുടെ കേരളത്തിന് പുറത്ത് ധാരാളം കമ്പനികൾ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നു. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു 1-2 സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കുഞ്ഞു പഞ്ചായത്തിൽ എത്തിച്ചാൽ നമുക്ക് ധാരാളം പേർക്ക് തൊഴിൽ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. MLA അത് ചെയ്യില്ല, MP അത് ചെയ്യില്ല, ഞാനത് ചെയ്യണമല്ലേ? ഞാൻ തൃശ്ശൂർ കൊണ്ടുപോകാനല്ലേ നോക്കൂ. പക്ഷെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ. പ്രാദേശികത ഇല്ലാതെ പറഞ്ഞ സജഷൻസ് പോലും വക്രമാക്കിയവരാണ് അവർ. ഇപ്പോഴും കാത്തു നിൽക്കുക വക്രത്തിന് എന്ത് കിട്ടും. ഞാൻ ഒരു പ്രാദേശികതയും നോക്കിയിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കേരളമെന്ന് തന്നെ ഞാൻ അങ്ങനെ മാറ്റി നിർത്തി ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു പൊസിഷനിലാണുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വൈകാരികത വരും അല്ലേ? എല്ലാവർക്കും അതുണ്ട്. പക്ഷെ ഞാൻ കൊല്ലമെന്നോ തിരുവനന്തപുരമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല. പൊതുവായി വികസിത ഭാരതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വികസിത് ഭാരത് 2047. അതിന് 4 പില്ലേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീശക്തി, നാരീശക്തി, യുവാശക്തി, ഗരീബ് കല്യാൺ, അന്നദാത, കർഷകൻ. ഈ ഇത്രയും കാര്യങ്ങളെ സംബന്ധിച്ച് 4 പില്ലർ ഉണ്ടാക്കിയിട്ടില്ല. നാരീശക്തിക്ക് എന്ത്, യുവാശക്തിക്ക് എന്ത്? ഇദ്ദേഹം നേരത്തെ പറഞ്ഞ തൊഴിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സ്കില്ലിങ്ങിനൊരു മിനിസ്ട്രി ഉണ്ടാകുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അതിൽ തന്നെ കൗശൽ യോജന, വിശ്വകർമ്മ അഭിയാൻ, 18 ട്രേഡുകളാണ് അതിന്റെ അപ്സ്കില്ലിംഗ്. ഇതിന് ഷോക്കേസ് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമിൽ ഒരു ഉൽപ്പന്നത്തിന്റെയെങ്കിലും പ്രദർശനം, വിൽപ്പന. അപ്പൊ വെറുതെ 4 പില്ലർ ഉണ്ടാക്കി വെക്കുകയല്ല. അന്നദാത, കർഷകന് വേണ്ടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ അവർക്ക് 6000 രൂപ എത്തിച്ചു കൊടുക്കുന്നു. അത് 12000 രൂപയാക്കാനുള്ള ചിന്തയും അതിനുള്ള കണക്കെടുപ്പും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിനൊരു ലിസ്റ്റ് അയച്ചപ്പം 37 ലക്ഷം കർഷകരും അവരൊരു പദ്ധതി ഉണ്ടാക്കിയപ്പോഴേക്കും അതിൽ നിന്ന് എത്ര ലക്ഷം കർഷകർ കുറഞ്ഞു എന്നുള്ളിടത്ത് ആ കള്ളത്തരവും വെളിവായിട്ടുണ്ട്. അനർഹരായവർ, BPL കാർഡിന്റെ കാര്യത്തിൽ എത്രയോ അർഹരായവർ ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത്. വെള്ളക്കാർഡ്, മഞ്ഞക്കാർഡ്, നീലക്കാർഡ് എന്ന് പറഞ്ഞ് നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2 നില വീടും ഒരു കാറും 2 സ്കൂട്ടറും ഒക്കെയുള്ള വീടുകളിലൊക്കെ BPL കാർഡുണ്ട്. ഈ സംവിധാനമൊക്കെ തച്ചടയ്ക്കാൻ ഒരു മാർഗം വേണ്ടേ? അതിന് ആർജവമുള്ള ഒരു ഭരണം വരണം. വരാതെ ഒരു നിവൃത്തിയില്ല. ഇവിടെ ഉന്നയിച്ചതില്ല. ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് എനിക്ക് ഉടനെ നടപടിയെടുക്കാം. എനിക്ക് ആരുടെയും സപ്പോർട്ടോ പിന്തുണയോ ഒന്നും ആവശ്യമില്ല. അതെനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കളക്ടർമാരെ വിളിച്ചാൽ അവർ കൃത്യമായി റെസ്പോണ്ട് ചെയ്യും. ഇപ്പൊ ഇവിടുന്ന് കോട്ടയം കളക്ടറെ വിളിച്ചു, അദ്ദേഹം അത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ഫലമുണ്ടായാൽ മതി. അല്ലാതെ എത്ര കാര്യങ്ങളാണ് നമുക്ക് അപേക്ഷിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് അപേക്ഷിക്കുന്നത് ഞാൻ അങ്ങോട്ട് തിരിച്ച് മന്ത്രി ശ്രീമതി വീണ ജോർജിനയക്കും, റോഷി അഗസ്റ്റിനയക്കും, ചെഞ്ചു റാണി മാഡത്തിനയക്കും. ഇതെല്ലാം എനിക്ക് സാധ്യമാകുന്നുള്ളൂ.